കോഴി എത്ര എണ്ണം വന്ന് ഇഷ്ടം പോലെ കോഴികളെ വന്നില്ലേ? വന്നില്ലേ? എല്ലാരടുത്തും പറഞ്ഞു ഇനി ലാസ്റ്റ് ഞാൻ പറയേണ്ട എടുക്കെല്ലാം പറയും. ചെയ്യാ അപ്പഴേ എനിക്കും ചെയ്യാൻ പറ്റുന്ന ചുമ്മാ ഇളക്കണ്ടല്ല വലിച്ചു പൊളിക്കാനോ അതിന് ഇതിലേക്ക് നിൽക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ കെട്ടിയത് മണിയണ്ണം ചെയ്താലും അതങ്ങനെ പറയുന്ന കാര്യം അവര് മനസ്സിലാക്കണ്ടേ? 3 വർഷം കൊണ്ട് സാരി ഇതൊന്നും ചെത്തുപോയില്ലല്ലോ. വല കെട്ടിട്ട് തന്നെ അതിന്റെ പുറത്ത് സാരി കെട്ടിയത് ഈ സൈഡ് അങ്ങറ്റം പറഞ്ഞു നോക്കി. സൈഡ് വല ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവര് വില ഇല്ലായിരുന്നു. വല ഉണ്ടെന്ന് എങ്ങനെ പിള്ളേരെ കൊണ്ട് സത്യം നീ പിള്ളേരെ കൊണ്ട് സത്യം ചെയ്യും. ഞാൻ വലിച്ചു പൂച്ച സത്യം നിങ്ങൾ സംസാരിക്കാൻ പറയാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അതന്നെ തലമുറ സത്യം. ഞാൻ വലിച്ചു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വല കെട്ടിയിട്ടുണ്ട്, സാരി കെട്ടിയിട്ടുണ്ട്. ഞാൻ വലിച്ചു പൂച്ചത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങൾ പറയും, അല്ല അവരെ നമ്മൾ ആവശ്യമില്ലാതെ ആൾക്കാർ ഉപദ്രവിക്കാൻ പോകും. ആവശ്യമില്ല. ഞാൻ ഒന്നിനും പോണല്ല. ആരുടെ ഒരു പ്രശ്നത്തിന് ഞാൻ പോണല്ല. അപ്പഴേ പ്രതീക്ഷ സംസാരിച്ച പോലെ പ്രതീക്ഷ സംസാരിച്ച തെറ്റിയുണ്ടാണ് ഞാൻ അത്ര സംസാരിച്ചത്. ഞാൻ വലിച്ചു കെട്ടി ഇനി പൊട്ടിക്കണം നോക്കട്ട്. ഒരു പട്ടി കുറുക്ക ചാടി. ഞാൻ അവിടെ വന്നപ്പോ എന്തിനാണ് നീ പറഞ്ഞേ? അത് അങ്ങേർക്ക് ഇത് തന്നെ സുഖം, നിനക്ക് വേറെ ജോലിയില്ല, നീ പോടെ എന്നാണ് നീ എന്റെ പറഞ്ഞത്. അങ്ങനല്ലല്ലോ, ഒരു പരാതി ഒരാൾ കേൾക്കാൻ വരുമ്പോ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അത് നീ ആയാലും ശരി, പരാതി പോലീസിന് കൊടുക്കണം. പരാതിയല്ല, അത് പരിഹരിക്കാൻ കൊടുക്കണേ. അല്ലെ പഞ്ചായത്തിൽ ആള് ഞാൻ ചോദിക്കാൻ ഒറ്റ ചോദ്യം, മുമ്പർ നീ ഇപ്പൊ മുമ്പറല്ലേ ആയത്? ഇതിന് മുമ്പ് വായിച്ചപ്പോ ഇവിടെ മുമ്പറമാരുണ്ട്. അവിടെ വന്ന് എല്ലാരും സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് സാറിന് വന്ന് ബി.ജെ.പി നീ മാത്രമേ പറയാനുള്ളൂ. അല്ല ബാക്കി എല്ലാവരും വന്നു സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോ ന്യായമായിട്ട് സംസാരിക്കണം കാര്യങ്ങൾ. ഒരു അതിര് കല്ലിന്റെ സെന്ററിൽ വെച്ച് മതിൽ കെട്ടാവുന്ന നീ പറയണം, അത് എന്ത് ന്യായമാണ്? എങ്ങനെയാണ് അങ്ങനെയാണ് കെട്ടണത്? അതിന്റെ നടുക്ക് വെച്ചിരുന്നേ കെട്ടണുള്ളൂ. ഇത് അതാ അവര് മുള്ളുകലി കെട്ടിക്കണം. പക്ഷെ കണ്ടങ്ങൾ ആദ്യം മനസ്സിലാക്ക്. ഒരു മെമ്പറാണ് അതിരല്ലേ നടുക്ക്. ഈ അടിയുണ്ടാക്കാനും മൂപ്പിക്കാനും വേണ്ടി കണക്കാക്കി നിൽക്കാതെ ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ കാര്യം സംസാരിക്കാൻ പോകുക. നിങ്ങൾ ആ ഒരു കാര്യത്തിന് ഞാൻ വരണമില്ല. ഞാൻ ഒന്നിന് വരണമില്ല. അങ്ങനെ വാശി പിടിക്കരുത്. വാശി പിടിക്കാനൊന്നുമില്ല. ആവശ്യം ഇല്ലേ വീട്ടിൽ വന്ന പോകാൻ പറ്റുന്നത് മാന്യമായിട്ട് സംസാരിക്കണം. മാന്യമായിട്ട് സംസാരിക്കണം. എടാ പോടാ മറ്റൊരു സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമേ തൊഴുത് വോട്ട് തരണേ അണ്ണാ പറഞ്ഞു വീട്ടിൽ കയറിയിട്ട് മറ്റൊരാകെ അവന്റെ കാര്യം എന്റെ സംസാരിക്കാൻ വരേണ്ട കാര്യമില്ല. ഞാൻ വോട്ട് തന്നോ തന്നില്ല എന്നുള്ള കാര്യമല്ല. നീ ഒരു മെമ്പറാണോ? ഇവിടെ ന്യായമായിട്ട് കല്ലെടുത്ത് നീ സംസാരിക്കണ്ടേ അണ്ണാ ഒരു 100 കല്ലെടുത്താൻ കേട്ടു പ്രശ്നമില്ല. നീ അങ്ങനല്ലല്ലോ സംസാരിച്ചത്. നീ പറഞ്ഞ എന്താ അറിയാമോ? അങ്ങേർക്ക് സുഖമല്ല, 3 വർഷം കൊണ്ട് അങ്ങേർക്ക് ഇത് തന്നെ പരിപാടി. നിനക്ക് വേറെ ജോലിയില്ലേ? നീ പോടാ. ഇത് ഇന്ന് നടക്കുന്ന സംഭവമാണ്. കാര്യമാണെന്ന് മനസ്സിലാക്കി. ആളുകൾക്കല്ല ഇന്ന് നടന്ന സംഭവം അല്ലല്ലോ ഇത്. ഇത് ജീവിതകാലമുള്ള അവിടെ പ്രശ്നം തന്നെ ഈ വസ്തു വെച്ചെന്ന പോലെ. ഒരു പ്രശ്നമല്ലല്ലോ നമ്മുടെ തിരിച്ചു പോന്ന്. ഒരു പ്രശ്നമല്ല, വേറെ നല്ല നമ്മളെ ആര് ദ്രോഹിച്ചു? അതന്നെ ആരാണ് ദ്രോഹിച്ച? ആരാണ് ദ്രോഹിച്ചാരാണ്? പ്രവീൺ അടക്കണില്ല വന്നല്ലേ ഇവിടെ സംസാരിച്ചല്ലേ? അയാൾ വിളിച്ചു പറഞ്ഞ ശേഷമല്ലേ കോഴി വിട്ടത്? പ്രവീൺ വിളിച്ചു പറഞ്ഞ ശേഷമല്ലേ കോഴി വിട്ടത്? തന്നെ ഇപ്പൊ പ്രവീൺ ഇടപെടില്ല ഒരു കാര്യത്തിന്. ഇടപെടില്ല ഒരു കാര്യത്തിന്. ഞാൻ ഒന്നും കെട്ടിയിട്ടില്ല. അവൻ ന്യായമായിട്ടുള്ള കാര്യത്തിന് നിൽക്കുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ സാധനം അവരുടെ എന്റെ വസ്തു പറഞ്ഞ എന്തിനാണ് അവരവരുടെ സാധനം